ഗൈസ് ഇന്ന് പച്ചവഴുതനങ്ങ തോരൻ വെക്കുവാണേ. അപ്പോൾ പച്ചവഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ട് കറയൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നിട്ട് പച്ചമുളക്, സവാള, തേങ്ങ തിരുമ്മി കുറച്ച് മാറ്റി വയ്ക്കണം. പച്ചവഴുതനങ്ങ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നേ. പക്ഷേ എൻ്റെ കൂട്ടുകാരി പുള്ളിക്കാരി ഒരു പ്രാവശ്യം ഇതുപോലെ പച്ചവഴുതനങ്ങ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരി ഉച്ചയ്ക്ക് ചോറിന് പച്ചവഴുതനങ്ങ തോരൻ വെച്ചുകൊണ്ട് വന്നായിരുന്നേ. പക്ഷെ അത് ശരിക്കും കൂൺ എങ്ങനെയാണോ അതേപോലെ കൂണിൻ്റെ ടേസ്റ്റിലായിരുന്നേ. അപ്പം അതേപോലെ തന്നെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ഇന്ന് പച്ചവഴുതനങ്ങ വാങ്ങിച്ചുകൊണ്ട് ഇതിനായിട്ട് വെച്ചുണ്ടാക്കാം. കാരണം കൂണിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ കടുവൊക്കെ വറുത്തതിന് ശേഷം അതിനകത്തോട്ട് ഈ പച്ചമുളകും സവാളയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോഴേ ഇളക്കാവും. ഇപ്പം ആ പിഴിഞ്ഞ് വെച്ച് വഴുതനങ്ങയും സവാളയും പച്ചമുളകും ഇതിൻ്റെ എല്ലാം മണ്ടയിലോട്ട് കുറച്ച് തേങ്ങ തിരുമ്മി മാറ്റി വെച്ചേക്കുന്ന അതും കൂടി ഇട്ട് ശകല ഉപ്പും ഇട്ട് വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കരുത്. മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇതിനകത്ത് ചേർക്കരുത്. ഉപ്പും കൂടി ഇട്ടിട്ട് പാത്രം വെച്ച് അടച്ച് മൂടി വെച്ച് വേവിക്കണം. ഇനി ശകലം നേരം ഇങ്ങനെ അടച്ചിരുന്ന് വെന്തതിന് ശേഷം ഈ തുറന്നിട്ട് വേണം ഇത് ഇളക്കാൻ. നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കി കറക്റ്റ് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഒന്നുകൂടെ അടച്ചിട്ട് ഒന്നുകൂടെ വേവിക്കണം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ വഴുതനങ്ങയുടെ അരി അതിനകത്തുനിന്ന് കളഞ്ഞതിന് ശേഷമേ അരിഞ്ഞെടുക്കാവൂ. വഴുതനങ്ങയുടെ അരി ഉണ്ടെങ്കിൽ അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. കൂണിൻ്റെ അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അരി കളയണം. അപ്പോൾ എല്ലാവർക്കും ഈ വഴുതനങ്ങ തോരൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു ഡിഷിലൂടെ കാണാം. ടാറ്റാ.